നമസ്കാരം. പ്രധാന വാർത്തകൾ. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് നൽകിയ മെമ്മറാണ്ടത്തിൽ ചിലവ് പെരുപ്പിച്ചു കാണിച്ചിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ₹1 പോലും നൽകാതെ കേരളം കൂടുതൽ പണം ചോദിച്ചെന്ന് കേന്ദ്രം പറയുന്നു. ചിലവാകുന്ന പണം മാത്രം കേന്ദ്ര സർക്കാർ നൽകിയാൽ മതിയെന്നും മന്ത്രി. ഒഴിയുന്നില്ല പൂരം വിവാദം. തൃശൂർ പൂരം കലക്കിയതിനു പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയെന്ന് പാറമേക്കാവ് ദേവസ്വം. CBI അന്വേഷണം വേണം. തൃശൂർ പൂരം കലക്കിയതു സംബന്ധിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം പോലീസ് അട്ടിമറിച്ചെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ. ദേവസ്വങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം റിപ്പോർട്ട് മറച്ചുവെക്കുകയാണെന്നും ആക്ഷേപം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ സദേൺ റെയിൽവേ പാഴ്സൽ മസ്ദൂർ സഭ HMS അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു. അകാരണമായി പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്ന് പ്രധാന ആവശ്യം. റെയിൽവേ അധികാരികളുടെ തൊഴിലാളി വിരുദ്ധ നിലപാട് തിരുത്തണമെന്ന് യൂണിയൻ നേതാക്കൾ. രാജ്യത്ത് ജനാധിപത്യം ഏറെ അപകടകരമായ അവസ്ഥയിലെന്ന് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു. സെയ്ദാലി എക്കാലവും സ്മരിക്കപ്പെടുന്ന ധീരനായ രക്തസാക്ഷി. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ SFI നേതൃത്വത്തിൽ 50ാമത് സെയ്ദാലി അനുസ്മരണ ദിനാചരണം. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ് യോഗ ക്ലബ്ബ് രൂപീകരണ പദ്ധതി ഷൊർണൂരിൽ അട്ടിമറിച്ചെന്ന് BJP. നെടുങ്ങോട്ടൂരിലെ ആയുർവേദ ആശുപത്രിയിലെത്തി പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ യോഗ ട്രെയിനറെ ഉപരോധിച്ചു. കേന്ദ്ര പദ്ധതികളെല്ലാം CPM നേതൃത്വം നൽകുന്ന നഗരസഭാ ഭരണസമിതി അട്ടിമറിക്കുകയാണെന്ന് നേതാക്കൾ. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അജ്ഞാത മൃതദേഹം. മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തിയത് സ്റ്റേഷന്റെ പടിഞ്ഞാറ് വശത്തെ 2ാം കവാടത്തിനടുത്ത്. തലയിലും നെറ്റിയിലും മുറിവുകൾ. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാർബൺ ന്യൂട്രൽ പദ്ധതിയുമായി വാണിയംകുളം ഗ്രാമപഞ്ചായത്ത്. കാർബൺ തുലിത വാണിയംകുളം പദ്ധതിയിലൂടെ ആഗോള താപനത്തിനെതിരായ പ്രതിരോധം മുഖ്യലക്ഷ്യം. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ദ്വിദിന ശില്പശാല തുടങ്ങി. തൃത്താല കണ്ണന്നൂർ തേനാമ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഇന്നും നോക്കുകുത്തി. 4.5 പതിറ്റാണ്ട് മുമ്പ് ആവിഷ്കരിച്ച പദ്ധതി ഇനിയും പ്രാവർത്തികമായില്ല. കാർഷിക ഗ്രാമങ്ങൾക്ക് പ്രത്യാശയുടെ ഹരിതം പകർന്ന പദ്ധതി ഉപയോഗപ്രദമാക്കണമെന്ന ആവശ്യം ശക്തം. വാർത്തകൾ വിശദമായി. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് നൽകിയ മെമ്മറാണ്ടത്തിൽ ചിലവ് പെരുപ്പിച്ചു കാണിച്ചിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കേരളത്തിന് ₹1 പോലും നൽകാത്ത കേന്ദ്ര നടപടിയെ ന്യായീകരിക്കാനാകില്ല. ₹1 പോലും നൽകാതെ കേരളം കൂടുതൽ പണം ചോദിച്ചെന്ന് പറയുന്നത് അപഹാസ്യമാണ്. ചിലവാക്കുന്ന പണം മാത്രം കേന്ദ്ര സർക്കാർ നൽകിയാൽ മതിയെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. ആക്ച്വൽസ് എന്ന് പറയുന്നത് അന്ന് ഏതാണ്ട് ആഗസ്റ്റ് 9 കൊടുത്ത എസ്റ്റിമേറ്റാണ്. ദുരന്തമുണ്ടായി 8 ദിവസം കഴിഞ്ഞ് 9ാം ദിവസം തയ്യാറാക്കിയ എസ്റ്റിമേറ്റ്. ഇനി ഉണ്ടാകാൻ പോകുന്ന മുഴുവൻ റെസ്ക്യൂ പ്രവർത്തനങ്ങളെ കുറിച്ചും ഇത്ര വരെ ഉണ്ടായേക്കാം. അതിന്റെ ആക്ച്വൽസ് ഞങ്ങൾക്ക് തരണം. ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ ബില്ല് കൊടുക്കുന്ന സമയത്തുണ്ടാകുന്ന ആക്ച്വൽസ് അത് തന്നാൽ മതി. അതിനെക്കുറിച്ച് പറഞ്ഞുള്ളൂ. ഒന്നും തരാത്തതിനെ കുറിച്ച് പറയാത്തവർ. കേരളം കൊടുത്ത നിവേദനത്തിൽ കേരളത്തിന് ഒരു പണവും കിട്ടിയതല്ല. ഇതിനു മുമ്പ് ഓരോ വർഷത്തെയും കൊടുത്തതും കിട്ടിയതുമായിട്ടുള്ള തുക വേണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പം പറയാം. 4482 കോടി ആവശ്യപ്പെട്ടപ്പോൾ എത്ര കിട്ടി? 1842 കോടി ആവശ്യപ്പെട്ടപ്പോൾ എത്ര കിട്ടി? 2013 മുതൽ നമ്മൾ കൊടുത്ത എല്ലാ മെമ്മോറാണ്ടവും ഇപ്പോൾ NDMA സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ അതൊരു പച്ചയായ കാര്യമാണ്. ഒരു എക്സാഗറേഷനും ഇല്ല. എസ്റ്റിമേഷനാണത്. ചെലവായതും ചെലവാകാൻ സാധ്യതയുമുള്ള തുകയാണ്. തൃശൂർ പൂരം കലക്കിയതിനു പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയെന്ന് പാറമേക്കാവ് ദേവസ്വം. സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷ് ആവശ്യപ്പെട്ടു. അന്വേഷണം പോലും അട്ടിമറിച്ചോ എന്ന കാര്യം CBI അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാകൂ എന്നും ദേവസ്വം സെക്രട്ടറി പറഞ്ഞു. തൃശൂർ പൂരം അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നിട്ടുണ്ടെന്നും അത് അട്ടിമറിച്ചോ എന്ന മറ്റൊരു അന്വേഷണത്തിലെ അറിയാൻ കഴിയൂവെന്നും പാറമേക്കാവ് ദേവസ്വം ചൂണ്ടിക്കാട്ടി. പൂരം കലക്കിയതിന് പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചന നടന്നിട്ടുണ്ട്. സംഭവത്തിൽ CBI അന്വേഷണം വേണം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ലോബി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന് തെളിവുകളുണ്ട്. ആനയും ആളുകളും തമ്മിലുള്ള അകലം സംബന്ധിച്ച പ്രശ്നങ്ങൾ ഇതിനുദാഹരണമാണെന്ന് ദേവസ്വം സെക്രട്ടറി രാജേഷ് പറഞ്ഞു. ദൂരപരിധിയുടെ കണക്കുകൾ പ്രായോഗികമായിരുന്നില്ല. 50 മീറ്റർ 6 മീറ്ററാക്കി. ഉത്തരവാദിത്തം പോലീസിനായിരുന്നു. പോലീസ് പേടിച്ചിട്ടാകാം ഒരുപക്ഷെ ഇങ്ങനെയൊരു നിലപാട് എടുത്തത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായതിന് തെളിവുണ്ട്. പൂരം നടത്താതിരിക്കാൻ വിദേശ ശക്തികൾ പിന്നിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ ഇത്തരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഇതിനെ തകർക്കാനായിട്ടുള്ള ശ്രമങ്ങളുണ്ടെന്നുള്ളതിന് ഞാൻ എവിഡൻസ് വെച്ചാൽ പറയണം. എനിക്ക് എവിഡൻസ് ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. ഇത് പൊളിറ്റീഷ്യൻസിന്റെ ഭാഗത്തുനിന്നുണ്ടായതൊന്നും ഞാൻ ഇങ്ങനെ പറയാൻ എനിക്കറിയില്ല. ഇവിടെ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അതിന്റെ പിന്നിൽ വൻ പൈസ വരുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ അറിവ്. എന്ന അറിവ് അല്ല ഇപ്പം ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഈ അന്വേഷണം അട്ടിമറിച്ചു എന്നുള്ളതാണ്. ആ സ്ഥിതിക്ക് ഇത് CBI അന്വേഷിക്കാണ്ട് ഇതിനൊരു അവസാനം വരില്ല. എന്തുകൊണ്ടെന്നാൽ
ഞങ്ങൾ സംശയിക്കുന്നത്, ഉത്സവ കേരളം സംശയിക്കുന്നത് ഫണ്ടുകൾ വിദേശത്തു നിന്നാണ് വരുന്നത്. ഈ വിദേശത്തു നിന്ന് ഫണ്ടുകൾ വന്നിട്ടാണ് ഈ ചില പല എൻ ജി ഒകളും അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള കേരളത്തിലെ പല ഡിപ്പാർട്ട്മെൻറ്റ്സും പല ആൾക്കാരും പലരുടെയും പേര് ഇവിടെ എടുത്ത് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ഒരു CBI എൻക്വയറി നടത്തി അവരെ ഈ നിൽക്കുന്ന മനസ്സിലാവും ചെയ്ത് 3 മീറ്റർ 50 മീറ്റർ ആവാനുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പൂരങ്ങൾ നടത്തില്ല. ഈ പൂരങ്ങൾ നടക്കാതിരിക്കാൻ നമ്മുടെ പൈതൃകം, നമ്മുടെ പാരമ്പര്യം തകർക്കാനായിട്ട് വിദേശ ശക്തികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റെല്ലാം ശ്രദ്ധ തിരിച്ചുവിടാനുള്ള വഴികളാണ്. പൂരത്തിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ആവശ്യം ദേവസ്വത്തിനില്ല. പാറമേക്കാവിൻ്റെ ആനകൾ ചെരിഞ്ഞപ്പോൾ കൊമ്പുകൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തുവെച്ചു. സ്വകാര്യ വ്യക്തിയുടെ ആന ചെരിഞ്ഞപ്പോൾ കൊമ്പുകൾ നൽകിയെന്നും ദേവസ്വം സെക്രട്ടറി രാജേഷ് ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പോലീസിനെതിരെ ആഞ്ഞടിച്ച് മുൻ മന്ത്രി VS സുനിൽകുമാർ. തൃശൂർ പൂരം കലക്കിയത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം പോലീസ് അട്ടിമറിച്ചെന്ന് സുനിൽകുമാർ ആരോപിച്ചു. ദേവസ്വങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് മറച്ചുവെക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ്. ഇതേ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ദേവസ്വങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി. എന്നാൽ അങ്ങനെ ഒരു അന്വേഷണം നടന്നതായി അറിവില്ല എന്ന വാർത്തകളാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പുറത്തുവരുന്നത്. ദേവസ്വങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം റിപ്പോർട്ട് പൂഴ്ത്തിയിരിക്കുകയാണ്. അന്വേഷണം നടന്നില്ലെങ്കിൽ എന്തിന് മൊഴി രേഖപ്പെടുത്തണമെന്ന് VS സുനിൽകുമാർ ചോദിച്ചു. മൊഴി രേഖപ്പെടുത്തി റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷം ആർക്കോ വേണ്ടി ആ റിപ്പോർട്ട് പോലീസ് മറച്ചുവെക്കുകയാണ്. വിഷയത്തിൽ ചീഫ് സെക്രട്ടറിക്കും DGPക്കും വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകുമെന്നും VS സുനിൽകുമാർ തൃശൂരിൽ വ്യക്തമാക്കി. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് അടിയന്തരമായിട്ട് അന്വേഷണം നടത്തി അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കെതിരായി നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ്. ആ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ ചില ഉദ്യോഗസ്ഥന്മാര് തിരുവമ്പാടി, പാറമേക്കാവ് ഉൾപ്പെടെയുള്ള ദേവസ്വത്തിന്റെ ഭാരവാഹികളെ കണ്ട് മൊഴിയെടുത്തതായിട്ട് എനിക്കറിയാം. ഇന്ന് അങ്ങനെ ഒരു അന്വേഷണം നടന്നതായിട്ട് അറിവില്ല എന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും വിവരാവകാശത്തിന് മറുപടി കൊടുത്തതായി ഒരു വാർത്ത മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു അന്വേഷണം നടത്തിയതായി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് അറിവില്ല എന്ന മറുപടി നൽകിയത് എനിക്ക് ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഒരാഴ്ചക്കകത്ത് അന്വേഷണം നടത്തി വിവരങ്ങൾ പുറത്തുവിടും എന്ന് പ്രഖ്യാപിച്ച വിഷയത്തിലാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഇങ്ങനെ ഒരു മറുപടി കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല, ഇവിടെ തൃശ്ശൂരിലെ ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ അധികാരപ്പെട്ട ദേവസ്വം ബോർഡ് ഭാരവാഹികളുടെ കയ്യിൽ നിന്നും പോലീസിന്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് മൊഴിയെടുത്തിട്ടുള്ളതായിട്ട് ഇവിടെ അവർ തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ ആർക്ക് വേണ്ടിയാണ് ഈ മൊഴിയെടുത്തത്? അപ്പൊ മൊഴിയെടുക്കൽ പ്രഹസനം നടത്തി റിപ്പോർട്ട് ആരോ മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രവാസികൾക്ക് ഓൺലൈനായി ഭൂനികുതി അടയ്ക്കാൻ സൗകര്യമൊരുക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ആലത്തൂർ താലൂക്ക് തല പട്ടയമേളയുടെയും എരിമയൂർ ഫസ്റ്റ് സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ സ്മാർട്ടാക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്നും മന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ 3ാം വാർഷികത്തിന്റെ ഭാഗമായി നടക്കുന്ന 100 ദിന കർമ്മ പരിപാടിയിലൂടെ ജില്ലയിൽ 9176 പട്ടയങ്ങൾ വിതരണം ചെയ്തു. ആലത്തൂർ താലൂക്കിൽ 1212 പട്ടയങ്ങളാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിൽ 9176 പട്ടയങ്ങൾ ഇന്ന് ഔപചാരികമായി കൈമാറുന്ന വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണ് ഇന്ന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കേരളത്തിൽ ഞങ്ങൾ ഇതോടുകൂടി ഒരു പുതിയ റെക്കോർഡ് കൂടി ഇട്ടിരിക്കുകയാണ്. നിലവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ 5 വർഷക്കാലം കൊണ്ട് കൊടുത്ത ഒരു നമ്പർ 1,77,106 എന്ന വിധത്തിൽ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് കൊടുത്തതാണ്. എന്നാൽ സന്തോഷം, ജനപ്രതിനിധികളും റവന്യൂ ഉദ്യോഗസ്ഥന്മാരും എല്ലാം ചേർന്ന് നടത്തിയ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി ആലത്തൂർ പവിത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ KD പ്രസേനൻ MLA അധ്യക്ഷത വഹിച്ചു. PP സുമോദ് MLA മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര, ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു, പഞ്ചായത്ത് പ്രസിഡന്റ് A ഷൈനി, എരിമയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K പ്രേമകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു.
പാലക്കാട് ചിറ്റൂർ താലൂക്ക് തല പട്ടയമേള ചിറ്റൂരിൽ സംഘടിപ്പിച്ചു. പട്ടയ വിതരണത്തിൽ ഒന്നാമത് പാലക്കാട് ജില്ലയാണെന്ന് പട്ടയമേള ഉദ്ഘാടനം ചെയ്ത മന്ത്രി കെ രാജൻ പറഞ്ഞു. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാജ്യത്തെ ജനാധിപത്യം ഇന്ന് ഏറെ അപകടകരമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ 50-ാം സെയ്ദാലി അനുസ്മരണ ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സെയ്ദാലി അനുസ്മരണ ദിനത്തോടെ തുടക്കം കുറിച്ചുകൊണ്ട് രാവിലെ ചെറുപ്പുളശ്ശേരി റോഡ് ജംഗ്ഷനിൽ നിന്നും പ്രകടനം ആരംഭിച്ചു. നിരവധി പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തു. തുടർന്ന് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ പ്രകടനം സമാപിച്ചു. അഭിലാഷ പതാക ഉയർത്തി. സെയ്ദാലിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും നടന്നു. തുടർന്ന് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന 50-ാമത് സെയ്ദാലി അനുസ്മരണ ദിനം SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ജനാധിപത്യം ഇന്ന് ഏറെ അപകടകരമായ അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് VP സാനു പറഞ്ഞു. ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്നവർ ഉണ്ടാക്കിയെടുക്കുന്ന സാംസ്കാരികമായിട്ടുള്ള അവരുടെ മേൽക്കോയ്മയെ അവർ ഇവിടെ കൃത്യമായിട്ട് സ്ഥാപിക്കുമ്പോൾ അതിനെ കൂടെ പോകുന്നവരായി ഈ നാളിതുവരെ ജനാധിപത്യവാദികളെന്ന് മതനിരപേക്ഷവാദികളെന്ന് പറഞ്ഞ ആളുകൾ കൂടി ആ തലത്തിലേക്ക് പോകുന്ന അപകടകരമായ അവസ്ഥയാണ് നമുക്ക് ഇന്ത്യയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ പലസ്തീനെ വിട്ട് ഗാസയെ വിട്ട് ലെബനിലേക്ക് പോയിരിക്കുകയാണ്. ആ ലെബനിൽ ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്നത് എന്താ? ബോംബല്ല പൊട്ടിത്തെറി. യോഗത്തിൽ ജിജേഷ് അധ്യക്ഷത വഹിച്ചു. സെയ്ദാലിയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ, CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ, സുജിത്ത് S വിപിൻ, ജീവ തുടങ്ങിയവർ സംസാരിച്ചു. SFI പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു 50-ാമത് സെയ്ദാലി അനുസ്മരണ ദിനം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അജ്ഞാത മൃതദേഹം കണ്ടെത്തി. റെയിൽവേ സ്റ്റേഷന്റെ പടിഞ്ഞാറ് വശത്തുള്ള 2-ാം കവാടത്തിനടുത്താണ് മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാവിലെ 8:45-ഓടെയാണ് നടപ്പാതയ്ക്ക് സമീപത്തെ കാനയോട് ചേർന്ന് മൃതദേഹം കണ്ടത്. മൃതദേഹം കണ്ടെത്തുന്ന സമയത്ത് ദേഹത്ത് വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. പ്രദേശത്തുള്ളവരാണ് ആദ്യം മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് റെയിൽവേ പാർക്കിംഗ് ജീവനക്കാരെ വിവരമറിയിക്കുകയായിരുന്നു. പാർക്കിംഗ് ജീവനക്കാരാണ് വിവരം റെയിൽവേ പോലീസിന് കൈമാറിയത്. നെറ്റിയിലും തലയിലും മുറിവുകളുണ്ട്. മൃതദേഹത്തിന് സമീപത്തുനിന്ന് ഇയാളുടേതെന്ന് കരുതുന്ന ബാഗ് കണ്ടെടുത്തിട്ടുണ്ട്. ടൗൺ വെസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ജില്ലാ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ് യോഗ ക്ലബ്ബ് രൂപീകരണ പദ്ധതി ഷൊർണൂർ നഗരസഭ അട്ടിമറിച്ചെന്നാരോപിച്ച് നെടുങ്ങോട്ടൂരിലെ ആയുർവേദ ആശുപത്രിയിൽ BJPയുടെ പ്രതിഷേധം. യോഗ ട്രെയിനറെ BJP പ്രവർത്തകർ ഉപരോധിച്ചു. കേന്ദ്ര പദ്ധതികളെല്ലാം CPM നയിക്കുന്ന നഗരസഭ ഭരണസമിതി അട്ടിമറിക്കുകയാണെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഇത് ആരാ? ചെയർമാൻ ആരാ? ഇതിന്റെ ചെയർപേഴ്സൺ ആരാ? വാർഡ് മെമ്പറാണ്. അത് നിങ്ങൾ പറഞ്ഞപ്പോ മനസ്സിലായി. ആരാ കൺവീനർ? ആരാ? അത് ഇത് ഞങ്ങൾ എങ്ങനെ തിരിച്ചറിയാൻ വേണം? നിങ്ങൾ ആലോചിക്കട്ടെ, ഈ ഒരു വിഷയം ഒരു കൗൺസിലർ, ഒരു ജനപ്രതിനിധി, ഇത് ഞങ്ങൾ എങ്ങനെയാണ് ഇത് ആളുകൾക്ക് ഒരു ഫോം തരുമ്പോ സാമാന്യ മര്യാദ വേണ്ടേ? ഇതെങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്? ഇതെങ്ങനെയാണ് ഒന്ന് വേണ്ടേ? അതല്ലാണ്ട് നിങ്ങളിത് തന്നിട്ട് വേണമെങ്കിൽ ഞങ്ങളെ വിളിച്ചോളി എന്ന് പറയണത് ശരിയാകണോ? അല്ല, പിന്നെ എങ്ങനെ ഞങ്ങളിത് മനസ്സിലാക്കേണ്ടത്? താഴെത്തട്ടിൽ വരെ എത്തേണ്ട യോഗ ക്ലബ്ബ് രൂപീകരണ പദ്ധതി വാർഡ് തലത്തിൽ പോലും ചർച്ച ചെയ്തില്ലെന്ന് BJP നേതാക്കൾ കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പദ്ധതികളും ഇത്തരത്തിൽ ഷൊർണൂർ നഗരസഭാ ഭരണസമിതി അട്ടിമറിക്കുകയാണ്. ഇതിനെയും നോക്കിയിരിക്കാനാകില്ലെന്ന് BJP ജില്ലാ സെൽ കോർഡിനേറ്റർ MP സതീഷ് കുമാർ പറഞ്ഞു. ആ പദ്ധതി ഷൊർണൂരിലെത്തിയപ്പോൾ അത് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ഷൊർണൂരിലെത്തിയപ്പോൾ അത് വാർഡ് തലങ്ങളിൽ വാർഡ് കൗൺസിലർമാരെല്ലാം കൂട്ടിയിരുത്തിക്കൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് കൂടി ആലോചിച്ചതിന് ശേഷമാണ് വാർഡുകളിൽ കമ്മിറ്റി ഉണ്ടാക്കുന്നത്. അതിന് നേരെ പകരം ഷൊർണൂർ നഗരസഭാ ചെയർമാൻ ഈ ആയുഷ് മന്ത്രാലയത്തിൻ്റെ മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ പദ്ധതികളും അട്ടിമറിക്കാൻ മൂപ്പര് എങ്ങനെയാണ് അട്ടിമറിക്കാൻ പറ്റുക എന്ന് വളരെ വിചിത്രമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ചെയർമാനാണ് ഷൊർണൂരിൽ. അതിൻ്റെ ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ആയുഷ് മന്ത്രാലയത്തിൻ്റെ ഈ യോഗ സെൻറ്ററിൻ്റെ പരിപാടികളും അട്ടിമറിക്കാൻ ഷൊർണൂരിൽ തീരുമാനമെടുത്തതിൻ്റെ ഭാഗം. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണെന്ന് പറഞ്ഞാൽ ചെയർമാൻ ഒരു വിറക് വിടുക.
എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുകൾ ഏത് ഫണ്ടും പേര് മാറ്റി പറഞ്ഞ് അത് മാറ്റിയെടുത്ത് അത് അടിച്ചു മാറ്റാനുള്ള ശ്രമത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യും. അത് എന്ത് വേണമെങ്കിലും ചെയ്യും. ഫണ്ട് അടിച്ചാൽ എന്താണ് ചെയ്യും, പക്ഷെ പേര് മാറ്റും. അതുപോലെയാണ് യോഗ എന്ന് പറയുമ്പോൾ സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യോഗ. അത് ഇപ്പോൾ അത് വളരെ ലഘൂകരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ആണെന്നോ യോഗ ഒന്നും ചെയ്യാതെ വാർഡുകളിലേക്ക് ഓരോ നോട്ടീസ് കൊടുത്തുവിട്ട് വേഗം ഒരു 12 ആളുടെ പേര് ഫില്ലപ്പ് ചെയ്യാൻ പറയുക. അടുത്ത ദിവസം ആയുഷ് മന്ത്രി ഇവിടെ അടുത്ത ദിവസം വരുന്നുണ്ട്. അദ്ദേഹത്തിന് നേരിട്ട് പരാതി കൊടുക്കും, മെയിലിലൂടെയും പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ പദ്ധതികളും അട്ടിമറിച്ചുകൊണ്ട് ഷൊർണൂരിൽ ഭരണം കൈയാളാമെന്ന് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ വിചാരിക്കേണ്ട. സംഭവത്തിൽ ആയുഷ് മന്ത്രാലയത്തിനും മന്ത്രിക്കും പരാതി നൽകുമെന്നും സതീഷ് കുമാർ കൂട്ടിച്ചേർത്തു. കൗൺസിലർമാരായ EP നന്ദകുമാർ, K പ്രസാദ്, സിനി മനോജ്, KR അശ്വതി, T ബിന്ദു, ബിന്ദു T, നിഷ ശശികുമാർ, ലേഖ രമേശ് എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അമ്പലപ്പാറ സെക്കൻഡ് വില്ലേജ് ഓഫീസ് സ്മാർട്ടാകുന്നു. വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ റവന്യൂ മന്ത്രി K രാജൻ നിർവഹിച്ചു. ഓൺലൈനായാണ് മന്ത്രി K രാജൻ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. കേരളത്തിലെ പുതിയതായി സ്മാർട്ട് വില്ലേജാക്കി മാറ്റാൻ പോകുന്ന 26 കെട്ടിടങ്ങളുടെ തറക്കല്ലിടൽ ഇന്ന് നിർവഹിക്കപ്പെടുകയാണ്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ കേരളത്തിലെ റവന്യൂ രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് റവന്യൂ വകുപ്പ് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണിത്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തുമ്പോൾ തന്നെ അതിനനുരോധമായ വിധത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ വലിയ ശ്രദ്ധയാണ് ഗവൺമെന്റ് പ്രത്യേകമായി കാണിക്കുന്നത്. കേരളത്തിലെ 1666 വില്ലേജുകളും സമ്പൂർണമായി സ്മാർട്ടാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് കാലത്തെ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണുന്നത്. കേരളത്തിലെ 1666 വില്ലേജുകളും 78 താലൂക്ക് ഓഫീസുകളും 27 RD ഓഫീസുകളും കളക്ടറേറ്റുകളും സെക്രട്ടേറിയറ്റിന് മുമ്പായി ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റും പിന്നെ സെക്രട്ടേറിയറ്റും, വില്ലേജ് തലം മുതൽ സെക്രട്ടേറിയറ്റ് തലം വരെയുള്ള എല്ലാ ഓഫീസുകളും ഈ സംവിധാനങ്ങളായി മാറ്റാൻ ഉള്ള വലിയ പരിശ്രമം നമുക്ക് പൂർത്തീകരിക്കാനായി. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഈ 26 വില്ലേജുകൾക്ക് കൂടി ഇവിടെ തറക്കല്ലിടുന്നത്. കുറഞ്ഞ കാലം കൊണ്ട് ഈ വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ പ്രവർത്തനം നമുക്ക് പൂർത്തിയാക്കണം. നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കുന്ന ഈ വില്ലേജ് ഉൾപ്പെടെയുള്ള വില്ലേജുകളെ സ്മാർട്ടായ നടപടികളിലേക്ക് കൊണ്ടുപോയി അതെല്ലാം വേഗത്തിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒറ്റപ്പാലം MLA K പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. തഹസിൽദാർ CM അബ്ദുൾ മജീദ് സ്വാഗതം പറഞ്ഞു. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിജയലക്ഷ്മി ടീച്ചർ, വൈസ് പ്രസിഡന്റ് T ശശികുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AI സീനത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P മുഹമ്മദ് കാസിം, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P സ്മിത, വാർഡ് മെമ്പർ സൗദ സലീം, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാദേശിക നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. അമ്പലപ്പാറ സെക്കൻഡ് വില്ലേജ് ഓഫീസർ ഷിജു വൈ ദാസ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സദേൺ റെയിൽവേ പാഴ്സൽ മസ്ദൂർ സഭ HMS ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു. അകാരണമായി പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്നും റെയിൽവേ ഉദ്യോഗസ്ഥരുടെ തൊഴിലാളി വിരുദ്ധ മനോഭാവം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പണിമുടക്ക്. HMS സംസ്ഥാന കമ്മിറ്റി അംഗം രാഹുൽ വി നായർ പണിമുടക്ക് സമരം ഉദ്ഘാടനം ചെയ്തു. സദേൺ റെയിൽവേ പാലക്കാട് ഡിവിഷൻ സീനിയർ കൊമേഴ്സ്യൽ മാനേജരും റെയിൽവേ കോൺട്രാക്ടറും ചേർന്ന് തൊഴിലാളികളുടെ ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുകയാണെന്ന് രാഹുൽ വി നായർ കുറ്റപ്പെടുത്തി. പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കുന്നതുവരെ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകുമെന്നും HMS നേതാക്കൾ വ്യക്തമാക്കി. പിരിച്ചുവിട്ടതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകിച്ച് ന്യായങ്ങളൊന്നും പറയാനില്ല. അവർക്ക് പറയാനുള്ളത് ഇല്ലാത്ത കുറെ കഥകളും തൊഴിലാളികളുടെ മേൽ കള്ളക്കേസുകളെടുത്ത് തൊഴിലാളികളെ പിരിച്ചുവിട്ടിരിക്കുന്നെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് റെയിൽവേ മിനിസ്റ്റർക്കും റെയിൽവേ ജനറൽ മാനേജർക്കും ഞങ്ങൾ നൽകിയ പരാതിയിൽ ഇന്ത്യൻ റെയിൽവേ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ള ചില ഉദ്യോഗസ്ഥന്മാരുടെ ദുഷ്പ്രഭുത്വം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ 2 തൊഴിലാളികളെ പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കുന്നത് വരെ ഇവിടെ പാർസൽ വിഭാഗത്തിൽ
ഒരു തൊഴിലാളികളും ജോലിയെടുക്കണ്ട എന്നുള്ളതാണ് ഞങ്ങളുടെ യൂണിയന്റെ തീരുമാനം. സദേൺ റെയിൽവേ പാഴ്സൽ മസ്ദൂർ സഭ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി പി ശ്രീജിത്ത് രാമൻ അധ്യക്ഷത വഹിച്ചു. പി എ ബാബു, പി രാജേഷ്, വി എൻ രാജേഷ്, കെ ശശികുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മൈക്രോ ഫിനാൻസിന്റെ മറവിൽ നടക്കുന്ന ബ്ലേഡ് മാഫിയ പ്രവർത്തനത്തിനെതിരെ ഷൊർണൂർ കാരക്കാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഷൊർണൂർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ വി രവികുമാർ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ കാരക്കാട് മേഖലയിൽ മൈക്രോ ഫിനാൻസിന്റെ മറവിലെത്തുന്ന ബ്ലേഡ് മാഫിയ സംഘങ്ങളുടെ ഭീഷണി മൂലം പല കുടുംബങ്ങളുടെയും ജീവിതം അസ്വസ്ഥമായ സാഹചര്യത്തിലാണ് ജനകീയ കൂട്ടായ്മയുമായി കാരക്കാട് ഫ്രണ്ട്സ് ക്ലബ്ബ് രംഗത്തെത്തിയത്. ക്ലബ്ബ് പരിസരത്ത് നടന്ന ജനകീയ കൂട്ടായ്മ ഷൊർണൂർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ വി രവികുമാർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാൻ പറ്റുമെങ്കിലും ഈ ഒരു കാര്യം നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പൊതുവായിട്ട് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ അവരുടെ അടുത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പൊതുവായിട്ട് പറയാൻ കഴിയുകയാണെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ ഇതിന് ശേഷം ഇതിന് ബാധിക്കപ്പെട്ട ആളുകൾ എൻ്റെ അടുത്ത് വരണം, എനിക്ക് പേരും വിവരങ്ങൾ തരണം, ഏത് കമ്പനിയുടെ ലോണാണെന്ന് പറയണം, അതിപ്പോൾ ഏത് സ്റ്റേജിലാണ് നിൽക്കണമെന്ന് പറയണം, ഈ പിരിക്കാൻ വരുന്ന ആൾക്കാരുടെ ഫോൺ നമ്പറും കാര്യങ്ങളും എനിക്ക് തരണം. ക്ലബ്ബ് പ്രസിഡന്റ് കെ പി സുധീഷ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ സി കെ സൗമ്യ, വിജയപ്രകാശ് ശങ്കർ, ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ GSPO സുരേഷ് കുമാർ, കെ രാധാകൃഷ്ണൻ, സി ബിജു, പി കെ സഞ്ജയൻ എന്നിവർ സംസാരിച്ചു. ഷൊർണൂർ ജനമൈത്രി പോലീസിന്റെ സഹകരണത്തോടെയാണ് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കാർബൺ ന്യൂട്രൽ പദ്ധതിയുമായി വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാർബൺ തുലിത വാണിയംകുളം എന്ന പേരിലാണ് പദ്ധതി. ആദ്യഘട്ടത്തിൽ 5 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി നീക്കിവച്ചിട്ടുള്ളത്. ഹരിതഗൃഹവാതകങ്ങളുടെ തോത് കുറച്ച് ആഗോളതാപനം ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി ഊർജ്ജ ഉപയോഗം കുറച്ച് കാർബണിന്റെ ആധിക്യം തടയുകയും വൃക്ഷങ്ങൾ നട്ട് അന്തരീക്ഷത്തിൽ ഓക്സിജൻ വർദ്ധിപ്പിക്കാനും പരിപാടിയുണ്ട്. സന്തുലിത വികസനത്തിന് രാജ്യത്തിന് തന്നെ മാതൃകയായി വാണിയംകുളം പഞ്ചായത്തിനെ മാറ്റുന്നതാണ് പദ്ധതി. കാർബൺ ന്യൂട്രൽ വാണിയംകുളം എന്ന ലക്ഷ്യവുമായി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് ദ്വിദിന ശില്പശാലയ്ക്ക് വാണിയംകുളം പഞ്ചായത്തിൽ തുടക്കമായി. കെ പ്രേംകുമാർ MLA ശില്പശാല ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അതിനെല്ലാം അപ്പുറത്ത് കാർബൺ ന്യൂട്രൽ എന്ന ഒരു ആശയത്തിന്റെ ഭാഗമായി 5 ലക്ഷം രൂപ അതിന്റെ പഠനത്തിനും പ്രവർത്തനത്തിനും സമൂഹത്തിൽ അത്തരമൊരു ബോധം സൃഷ്ടിക്കുന്നതിനും വേണ്ടി ഗ്രാമപഞ്ചായത്ത് നീക്കിവെക്കുന്നു എന്നതിന്റെ അർത്ഥം ഈ സമൂഹത്തിൽ മനുഷ്യന്റെ ജീവന്, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്കെല്ലാം അത്രമാത്രം പ്രാധാന്യം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നൽകുന്നു എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് സൂചിപ്പിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ വി കെ ദാമോദരൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി സൂരജ്, പി ഹരിദാസൻ, പ്രോജക്ട് ടെക്നിക്കൽ കോർഡിനേറ്റർ കെ മധുകൃഷ്ണൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ TP ഭാസ്കരൻ, MP പ്രേംകുമാർ, ഗോപിനാഥൻ, VEOമാരായ R രജീഷ്, SR അമൽ എന്നിവർ സംസാരിച്ചു. കെ മധുസൂദനൻ, വി കെ ദാമോദരൻ, ഡോക്ടർ ടി സാബു, ഡോക്ടർ ഗിരിജ സജീവ്, കെ മധുകൃഷ്ണൻ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ശില്പശാല ശനിയാഴ്ച സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സെപ്റ്റംബർ 22 മുതൽ 29 വരെ നടക്കുന്ന അഖില ഭാരത നാരായണീയ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള വിളംബര ജാഥയ്ക്ക് പട്ടാമ്പി മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ സ്വീകരണം നൽകി. നാരായണീയ മഹോത്സവ സമിതി സംസ്ഥാന സമിതി അംഗം VP രവീന്ദ്രൻ വിളംബരയാത്ര ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി മുക്കാരത്തി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുമാണ് വിളംബര ഘോഷയാത്രയ്ക്ക് തുടക്കമായത്. ചടങ്ങിൽ ഒറ്റപ്പാലം മേഖലാ അധ്യക്ഷൻ ഗോപിനാഥ് ആമയൂർ അധ്യക്ഷനായി. ക്ഷേത്രം മേൽശാന്തി ഭദ്രദീപം തെളിയിച്ചു. കണയം വേണുഗോപാൽ, രാജീവ് ചോറോട്ടൂർ, രാജൻ മേനോൻ, സുമംഗല പട്ടാമ്പി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി മേഖലയിലെ മുതുതല മഹാഗണപതി ക്ഷേത്രം, പുലാശ്ശേരി അയ്യപ്പൻകാവ്, ആമയൂർ കൂർമാവതാരം, വള്ളൂർ വിഷ്ണു ക്ഷേത്രം, കീഴായൂർ വെള്ളിലപ്പെട്ടി മഹാവിഷ്ണു ക്ഷേത്രം, ഓങ്ങല്ലൂർ ഗണപതിൻകാവ് എന്നിവിടങ്ങളിൽ വിളംബര യാത്രയ്ക്ക് സ്വീകരണം നൽകി.
ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സിന് അനുകൂലമായ കോടതി വിധികളെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് PFPA. സെപ്റ്റംബർ 22-ന് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ ഭാവി സമരപരിപാടികൾ ചർച്ച ചെയ്യുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പാർലമെന്റ് കമ്മിറ്റികളും കോടതി വിധികളും തൊഴിലാളികൾക്ക് അനുകൂലമാണ്. നിലവിലുള്ള പെൻഷൻ പരിഷ്കരിക്കണമെന്ന വിവിധ കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങളെ കേന്ദ്ര സർക്കാർ അവഗണിക്കുകയാണ്. PF-ൽ കേന്ദ്ര സർക്കാർ വിഹിതം കേവലം 1.6% മാത്രമാണ്. തൊഴിലാളി വിഹിതം ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന പെൻഷൻ പരിഷ്കരിക്കുന്നില്ലെന്ന് മാത്രമല്ല, PF-കാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ട്രെയിൻ യാത്രാ സൗകര്യം ഉൾപ്പെടെ നിർത്തലാക്കി. പെൻഷൻ കണക്കാക്കുന്ന രീതിയിലെ മാറ്റം തന്നെ PF ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമാണെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. നല്ല പെൻഷൻ കൊടുക്കാൻ പറ്റും. ഇത് 2013 രാജ്യസഭ പെറ്റീഷൻ കമ്മിറ്റി ചെയർമാൻ ഭഗത് സിംഗ് കോഷിയാരി എഴുതിയ റിപ്പോർട്ടിൽ പറയുന്നതാണ്. അദ്ദേഹം പിന്നെ മന്ത്രിയായി, ഒന്നും നടന്നില്ല, അതിനെ ചുട്ടിക്കളഞ്ഞു. അങ്ങനെ നിരവധി കോടതി വിധികൾ, നിരവധി ഗവൺമെന്റ് തലത്തിലുള്ള പഠനങ്ങളെല്ലാം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും നടപ്പിലായില്ല. ആ സാഹചര്യത്തിലാണ് വീണ്ടും ഈ അപ്പീലില് സുപ്രീം കോടതി വന്നപ്പം 15 ലക്ഷം കോടി രൂപ വേണ്ടി വരുമെന്നാണ് ഗവൺമെന്റ് വക്കീല് സുപ്രീം കോടതി പറഞ്ഞത്. അങ്ങനെ ഒരു കണക്കൊന്നുമില്ല. അങ്ങനെ ഒരു കണക്ക് സ്ഥിതിവിവര കണക്കൊന്നും മറ്റോ അഡ്വക്കേറ്റ് ജനറലിന്റെ അല്ല, ഈ അക്കൗണ്ടന്റ് ജനറലിന്റെ കയ്യിലുമില്ല, ഗവൺമെന്റ് കയ്യിലുമില്ല, EPFയുടെ കയ്യിലുമില്ല. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, ഭയപ്രവചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ജില്ലാ പ്രസിഡന്റ് P. സദാനന്ദൻ, സെക്രട്ടറി R. പുരുഷോത്തമൻ, ട്രഷറർ VP രാധാകൃഷ്ണൻ, V. രാമകൃഷ്ണൻ, C. കൃഷ്ണകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ CDSന്റെ 26ാം വാർഷികാഘോഷം നടന്നു. വാർഷികാഘോഷ പരിപാടികൾ പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ഈ പ്രസ്ഥാനമുണ്ടാക്കിയ ഒരു മാറ്റം തന്നെയാണ് നമുക്ക് ചെറുതായി കാണാൻ കഴിയുക. ഇന്ന് ലോകത്ത് എല്ലാ ഭാഗത്തു നിന്നും ഈ പ്രസ്ഥാനത്തിൻ്റെ ഇടപെടലും ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയും കണ്ട് അത്ഭുതപ്പെട്ട് അന്വേഷിക്കാൻ വരികയാണ്. ആമസോണും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് ഉൾപ്പെടെയുള്ള ഓൺലൈൻ കച്ചവടക്കാർ, അവർ ലോകത്തെ തന്നെ കീഴടക്കുന്ന ആളുകളാണ്. അവർ തന്നെ ഭയക്കുന്നു. ഈ കുടുംബശ്രീയുടെ ഉൽപ്പന്നം ഇപ്പോൾ ഓൺലൈൻ മാർക്കറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? കുടുംബശ്രീ ബസാർ എന്ന രീതിയിലാണ് ഇപ്പോൾ കുടുംബശ്രീ നിങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങളും ഓൺലൈൻ വഴി ലോകത്തിൻ്റെ ഏത് മുക്കിലേക്ക് വേണമെങ്കിൽ ഇപ്പോൾ അയക്കാൻ അല്ലെങ്കിൽ വിൽക്കാൻ ഇപ്പോൾ സംവിധാനം സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറുതുരുത്തി കുടുംബശ്രീ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് നടന്ന വാർഷികാഘോഷ പരിപാടിയിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷനായി. ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുടുംബശ്രീ അംഗങ്ങളെയും കൃഷിക്കാരെയും ആദരിച്ചു. സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. നിർമ്മലാദേവി, സെക്രട്ടറി NM ഷെരീഫ്, വാർഡ് മെമ്പർമാരായ ബിന്ദു, PA യൂസഫ്, മിനി, MM ജമീല, ബുഷ്ര തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചരിത്രകാരനും ഗ്രന്ഥകർത്താവുമായ വേലായുധൻ പണിക്കശ്ശേരി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. പ്രമുഖ ചരിത്രകാരനും ഗ്രന്ഥകർത്താവുമായ വേലായുധൻ പണിക്കശ്ശേരി ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച പുലർച്ചെയാണ് അന്തരിച്ചത്. വാർദ്ധക്യകാല അസുഖത്തെ തുടർന്ന് 3 ദിവസത്തോളമായി ആശുപത്രിയിലായിരുന്നു. 1934 മാർച്ച് 30-നാണ് വേലായുധൻ പണിക്കശ്ശേരിയുടെ ജനനം. 56-ൽ മലബാർ ലോക്കൽ ലൈബ്രറി അതോറിറ്റിയുടെ എങ്ങണ്ടിയൂർ ബ്രാഞ്ച് ലൈബ്രറിയിൽ ലൈബ്രറിയനായി ജോലിയിൽ പ്രവേശിച്ചു. 1991-ൽ അവിടെ നിന്ന് തന്നെ റിട്ടയർ ചെയ്തു. ചരിത്ര ഗവേഷണം, ജീവചരിത്രം, ബാലസാഹിത്യം, ഫോക്ലോർ തുടങ്ങിയ വിഭാഗങ്ങളിലായി നിരവധി ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൻ്റെ മാനേജരും ദീനദയാൽ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനുമായി സേവനം അനുഷ്ഠിച്ചു. 1991-ൽ മലബാർ LLAയിൽ നിന്ന് റിട്ടയർ ചെയ്തു. 65ഓളം ഗ്രന്ഥങ്ങളാണ് വേലായുധൻ പണിക്കശ്ശേരിയുടെ പേരിലുള്ളത്. ഗവേഷണത്തിന് കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ ഫെലോഷിപ്പും സമഗ്ര സംഭാവനയ്ക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡും ലഭിച്ചിട്ടുണ്ട്. VS കേരളീയൻ അവാർഡും PA സെയ്ദ് മുഹമ്മദ് സ്മാരക അവാർഡ്, NK ഫൗണ്ടേഷൻ അവാർഡ്, ചരിത്ര പഠന കേന്ദ്രം അവാർഡ് തുടങ്ങി ഒട്ടേറെ മറ്റ് ബഹുമതികൾക്കും അർഹനായി. ലീലയാണ് ഭാര്യ. മക്കൾ ചിന്ത, ഡോക്ടർ ഷാജി പണിക്കശ്ശേരി, വീണ. മരുമക്കൾ രാധാറാം, മുരളി, ബിനുരാജ്. സംസ്കാരം ശനിയാഴ്ച പകൽ 11 മണിക്ക്
സ്വവസതിയായ നളന്തയിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. 4.5 പതിറ്റാണ്ടുകാലത്തോളമായി കർഷകർക്ക് ഉപകാരപ്രദമാകാതെ കിടക്കുകയാണ് തൃത്താല പഞ്ചായത്തിലെ കണ്ണന്നൂർ തേനാമ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ. തൃത്താലയിലെയും സമീപ പ്രദേശങ്ങളിലെയും കർഷകർക്ക് ഗുണം ചെയ്യുന്ന പദ്ധതി ഇനിയും പ്രാവർത്തികമാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. തൃത്താല പഞ്ചായത്തിലെ കണ്ണന്നൂരിലാണ് ഭാരതപ്പുഴ കേന്ദ്രീകരിച്ച് തേനാമ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ആരംഭിച്ചത്. 1978 പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. തൃത്താലയിലെയും സമീപ പ്രദേശങ്ങളിലെയും കാർഷിക മേഖലയിലേക്ക് ജലസേചനം ലക്ഷ്യമിട്ടായിരുന്നു പദ്ധതി വിഭാവനം ചെയ്ത്. 5000 ഏക്കർ കൃഷിക്ക് പദ്ധതി ഗുണകരമാവുകയായിരുന്നു. എന്നാൽ 4 പതിറ്റാണ്ട് പിന്നിട്ടും പദ്ധതി കർഷകർക്ക് പ്രയോജനകരമാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. പദ്ധതിക്കായി ചെലവഴിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ സാമഗ്രികൾ തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. 1978 പ്രവൃത്തികൾ തുടങ്ങിയ പദ്ധതി 2001 ഭാഗികമായി കമ്മീഷൻ ചെയ്ത്. ഭാരതപ്പുഴയിലെ കണ്ണന്നൂർ കയത്തിൽ നിന്ന് പമ്പിംഗ് നടത്താനായി പമ്പ് ഹൗസും പൈപ്പ് ലൈനുകളും സ്ഥാപിച്ചു. പുഴയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് 170 മീറ്റർ അപ്പുറത്തെ കനാലിലെത്തിച്ച് ജലസേചനം നടത്താനായിരുന്നു പദ്ധതി. കമ്മീഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായി 1.5 കിലോമീറ്റർ വരെ പമ്പിംഗ് നടത്തി വെള്ളം എത്തിക്കാൻ കഴിഞ്ഞുവെന്ന് വെച്ചാൽ പിന്നീട് ഈ പദ്ധതി നിലയ്ക്കുകയായിരുന്നു. എന്നാൽ കർഷകർക്ക് ഉപകരിക്കാത്ത ഈ പദ്ധതിക്കായി പലതവണ സർക്കാർ ഫണ്ട് അനുവദിച്ചു. നവീകരണത്തിൻ്റെയും അറ്റകുറ്റപ്പണികളുടെയും പേരിൽ ഫണ്ട് ചെലവഴിക്കാനുള്ള ഒരു പദ്ധതിയായി തേനാമ്പാറ പദ്ധതി മാറിയെന്നാണ് കർഷകരുടെയും നാട്ടുകാരുടെയും ഇപ്പോഴത്തെ ആക്ഷേപം. നിലവിൽ ജലസേചന പദ്ധതിയുടെ ഗുണം ലഭിക്കാത്തതിനാൽ കണ്ണന്നൂർ പാടശേഖരത്തേക്ക് പോലും കർഷകർക്ക് കൃഷി ഇറക്കാനാവില്ല. കഴിഞ്ഞ തവണ 55 ഏക്കറോളം സ്ഥലം കൃഷി ഇറക്കാതെ കർഷകർ പ്രതിഷേധം അറിയിച്ചു. എന്നിട്ടും അധികൃതർ കുലുങ്ങിയില്ല. വീണ്ടും മഴയെ ആശ്രയിച്ച് കൃഷി പുനരാരംഭിക്കാൻ തന്നെയാണ് കർഷകരുടെ തീരുമാനം. വേനലിലും വെള്ളം ലഭിക്കുന്ന തേനാമ്പാറ പദ്ധതി ഇവിടുത്തെ കർഷകരുടെ വലിയ പ്രതീക്ഷയായിരുന്നു. ഈ പ്രതീക്ഷയാണ് ഇപ്പോഴും അനന്തമായി നീളുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അമ്പലപ്പാറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് കീഴിൽ വാർഡ് സമ്മേളനങ്ങൾ തുടങ്ങി. കസ്തൂർബയിൽ നടന്ന സമ്മേളനം ചാർജ് സെക്രട്ടറി മൂസ പേങ്ങാട്ടിരി ഉദ്ഘാടനം ചെയ്തു. വയനാട് വെച്ച് നടന്ന സുധാകരനും വി ഡി സതീശനും എല്ലാം ഒരുമിച്ചിരുന്ന് എല്ലാ നേതാക്കളും ഒരുമിച്ചിരുന്ന് എടുത്ത തീരുമാനമാണ് വിഷൻ 25. 25 അത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മുടെ പാർട്ടിയെ സജ്ജമാക്കുകയാണ്. അത് അമ്പലപ്പാറയെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടി വരും. അമ്പലപ്പാറയെക്കുറിച്ച് അതിൻ്റെ മുൻ സെക്രട്ടറിമാരോട്ടൊക്കെ അന്വേഷിച്ചു. അതുപോലെ ജയമാഷുണ്ടായിരുന്നു, അതുപോലെ ജൈനുണ്ടായിരുന്നു, സത്യനുണ്ടായിരുന്നു. അന്വേഷിച്ചാണ് അമ്പലപ്പാറ എന്ന് പറയുന്ന എല്ലാവരും ഒരു പേര് സ്വപ്നമാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധീനതയുള്ള ഒരു പഞ്ചായത്തായിട്ടാണ്. അതിൽ നിന്നൊരു മാറ്റം വരണം. അതിന് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്, എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ കുറിച്ച് മാത്രം നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. കാരണം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ സാജൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ കെ കബീർ, KC അബ്ദുൾ റഹ്മാൻ, MP മുജീബ് റഹ്മാൻ, KA ബഷീർ, K കുഞ്ഞിമുഹമ്മദ്, M ഹരീഷ്, നുഫൈൽ പുളിക്കൽ, PK സൈദലവി, അൻഷിഫ്, റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂരിൽ CPM ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങി. കാരക്കാട് ഫസ്റ്റ് ബ്രാഞ്ച് സമ്മേളനം CPM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. പുല്ലാർട്ടുപാറ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. പ്രകടനം സമ്മേളന നഗരിയായ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ സമാപിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു ലോക വീക്ഷണം നമ്മളെ പാർട്ടിക്കുണ്ട്. ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ അതെല്ലാം എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്നത് പോലെ ഇന്ത്യയെ ബാധിക്കുന്നതാണ്, എല്ലാ ജനങ്ങളെയും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഒരു സാർവദേശീയ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ പാർട്ടി പ്രവർത്തനം ഒരു ശരിയായ ദിശയിൽ നമുക്ക് നടത്താൻ സാധിക്കും. K രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPM ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, ലോക്കൽ കമ്മിറ്റി അംഗം KN അനിൽകുമാർ, ബ്രാഞ്ച് സെക്രട്ടറി C രാഗേഷ്, P അരുൺ, V വിനീത്, CK സൗമ്യ എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
വയനാടിന് ഒരു കൈത്താങ്ങുമായി കോട്ടായി വെസ്റ്റ് പുളിനല്ലി NSS കരയോഗം. കരയോഗത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷത്തിനായി സ്വരൂപിച്ച തുക ആഘോഷം ലളിതമാക്കി വയനാട്ടിലെ ദുരന്തബാധിതരുടെ പുനരുജ്ജീവനത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. ഒരു കാലത്ത് മനുഷ്യസ്നേഹത്തിന് ഉദാത്തമായ മാതൃകയാണ് ഇത്തരം ഒരു ചടങ്ങിലൂടെ കൈമാറ്റത്തിലൂടെ ഇവിടെ വെളിവാക്കപ്പെടുന്നത് എന്നത്. മനുഷ്യൻ എന്ന പദം എത്രമാത്രം മഹത്തരമാണ്, മനുഷ്യ സ്നേഹമാണ്, മറ്റുള്ളവരെ സഹായിക്കലാണ്. ഈ നമ്മളെല്ലാം ഒരു ചെറിയ ജീവിതമാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു 70 വയസ്സ് വളരെ ചെറിയൊരു കാലം മാത്രമാണ്. അപ്പൊ വളരെ ചെറിയൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കരുതലാകുക എന്ന് ശരിയായി. PP സുമോദ് MLA തുക ഏറ്റുവാങ്ങി. ചടങ്ങിൽ കരയോഗം പ്രസിഡന്റ് മോഹൻരാജ് അധ്യക്ഷനായി. ചടങ്ങിൽ വെച്ച് SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കൊട്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് ഉപഹാരം നൽകി അനുമോദിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V വിനീത, കാലടി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കരയോഗം സെക്രട്ടറി A നാരായണൻകുട്ടി സ്വാഗതവും വൈസ് പ്രസിഡന്റ് മുകുന്ദൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. കരയോഗം അംഗങ്ങളുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോട്ടായി. ഷൊർണൂർ ബസ് സ്റ്റാൻഡ് കവാടം ഉൾപ്പെടെ നഗരത്തിലെ റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് INTUC മണ്ഡലം കമ്മിറ്റി PWD അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നിവേദനം നൽകി. മണ്ഡലം പ്രസിഡന്റ് വിനയകുമാർ, വൈസ് പ്രസിഡന്റുമാരായ ഹരി, K പരമേശ്വരൻ, ജില്ലാ ഭാരവാഹി വിൻസെന്റ്, പ്രേംകുമാർ, സൂരജ്, ഫിലിപ്പ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. നടപടിയുണ്ടായില്ലെങ്കിൽ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് INTUC നേതാക്കൾ വ്യക്തമാക്കി. ഷൊർണൂർ മണ്ഡലം INTUC ഇന്ന് ഷൊർണൂരിൻ്റെ ഹൃദയഭാഗത്ത് ഉൾപ്പെടെയുള്ള റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പൊതുമരാമത്ത് വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് ഒരു നിവേദനം സമർപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഞങ്ങളുടെ ആവശ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൽ ജില്ലക്കാരൊക്കെ എത്തിപ്പെടുന്ന പ്രദേശം മുതൽ നമ്മുടെ കൊളപ്പള്ളി പ്രദേശം വരെ റോഡിൻ്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ അവിടെ അറ്റകുറ്റപ്പണികൾ നടന്നു. പക്ഷേ ഷൊർണൂരിൻ്റെ ഹൃദയഭാഗത്ത് ബസ് സ്റ്റാൻഡിൻ്റെ കവാടം ഉൾപ്പെടെ നീതി മെഡിക്കൽ സ്റ്റോറിൻ്റെ ആ ഭാഗം ഉൾപ്പെടെ ആ ഭാഗത്തെല്ലാം റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. നമുക്ക് അത്യാവശ്യം ഒരു ആശുപത്രി കേസ് ഷൊർണൂരിൻ്റെ പുറത്തേക്ക് കടക്കുന്നതിന് വരെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവസ്ഥയിൽ മോട്ടോർ തൊഴിലാളികളുടെ അവസ്ഥയായി അതിലും ദയനീയം. അപ്പോൾ ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം അറിയിച്ചുകൊണ്ട് അറ്റകുറ്റപ്പണികളെങ്കിലും ഉടൻ ചെയ്തിട്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിലേക്ക് INTUC കടക്കുമെന്ന് ഒരു സൂചനയായിട്ടാണ് ഇന്ന് നിവേദനം കൊടുത്തിട്ടുള്ളത്. അമ്പലപ്പാറ കടമ്പൂരിൽ MR മാധവൻ അനുസ്മരണവും അനുമോദന സദസ്സും നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. കടമ്പൂർ BVA LP സ്കൂളിലാണ് MR മാധവൻ അനുസ്മരണവും SSLC+2 അനുമോദന സദസ്സും നടത്തിയത്. അമ്പലപ്പാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കാഴ്ചപ്പാടുകളും വിശകലനങ്ങളും നമ്മുടെ നേതൃപാഠവും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളുമാണ് ഒരു മനുഷ്യനെ എത്രത്തോളം മനുഷ്യത്വമുള്ളവനാണ് എന്ന് ചിത്രീകരിക്കുന്നത്. അപ്പോൾ മാധവേട്ടന്റെ എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിന്റെ മഹാമനസ്കതയും അദ്ദേഹത്തിന്റെ മനുഷ്യത്വവും ഉള്ളിൽ ഇന്നും കെടാതെ സൂക്ഷിച്ചുകൊണ്ട് സമൂഹത്തിൽ ഇനിയും ഉയർന്നു വരേണ്ട ഏറ്റവും വലിയ വിഭാഗമാണ് ഈ നാട്ടിലെ കുട്ടികൾ എന്ന തിരിച്ചറിവോടുകൂടെ തന്നെ വാർഡ് മെമ്പർ A വിജിത അധ്യക്ഷയായിരുന്നു. P മോഹനകുമാരി, T മോഹനകുമാരൻ, വിദ്യാർത്ഥി പ്രതിനിധി ആർദ്ര, ശ്രീനിവാസൻ മേലേതിൽ തുടങ്ങിയവർ സംസാരിച്ചു. അനുമോദന സദസ്സിൽ ഉപഹാര സമർപ്പണവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ 1976-77 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. സ്മൃതി സംഗമം എന്ന പേരിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഈ വാഴ നനയുമ്പോൾ ചീര നനയട്ടെ എന്ന് പറഞ്ഞ പോലെ ഞാനിന്ന് സ്ത്രീകളുടെ കുടുംബസംഗമം, നമ്മുടെ കുടുംബശ്രീയുടെ സംഗമം 1500 സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി പഞ്ചായത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് 1.5 മണി ട്രെയിനിലാണ് തിരിച്ചു പോകേണ്ടതുള്ളൂ. ട്രെയിൻ ഇറങ്ങിയപ്പോൾ വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു പരിപാടിയിൽ കൂടി പങ്കെടുക്കണം. UR പ്രദീപാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്, ഞാനാണ് അതിൻ്റെ അധ്യക്ഷൻ. അപ്പോൾ നിങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ചെറുതുരുത്തിയിലൊരു ബോട്ട് ക്ലബിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞാണ് ഞാൻ വരുന്നത്. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ സ്മൃതി സംഗമം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് അധ്യക്ഷനായി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗവും നർമ്മപ്രാസംഗികനുമായ VK സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പ്രധാനാധ്യാപിക ആൻസിയമ്മ, UK മാധവൻ, മറിയമ്മ, പ്രകാശൻ, ലീല തുടങ്ങിയവർ സംസാരിച്ചു.
KV ഗോവിന്ദൻകുട്ടി, KC ഉണ്ണിക്കുട്ടൻ തുടങ്ങിയവരും സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും ഓണസദ്യയുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാലക്കാട് അട്ടപ്പള്ളം മറിയം വില്ലേജിൽ വോയിസ് ഓഫ് വേൾഡ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി കലാവിരുന്ന് സംഘടിപ്പിച്ചു. പരിപാടി വാളയാർ സർക്കിൾ ഇൻസ്പെക്ടർ NS രാജീവ് ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് MK പുഷ്കരൻ മുഖ്യാതിഥിയായി. ഫൗണ്ടേഷൻ ചെയർമാൻ AA മുഹമ്മദ് അൻസാരി അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി PA ബഷീർ, ജില്ലാ സെക്രട്ടറി അബ്ദുറബ്, പ്രസിഡന്റ് ദീപുചന്ദ്, സക്കീർ, സുബി പാലക്കാട്, മോഹൻദാസ്, മാത്യു ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് നൽകിയ മെമ്മറാണ്ടത്തിൽ ചിലവ് പെരുപ്പിച്ചു കാണിച്ചിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ₹1 പോലും നൽകാതെ കേരളം കൂടുതൽ പണം ചോദിച്ചെന്ന് കേന്ദ്രം പറയുന്നു. ചിലവാകുന്ന പണം മാത്രം കേന്ദ്ര സർക്കാർ നൽകിയാൽ മതിയെന്നും മന്ത്രി. ഒഴിയുന്നില്ല പൂരം വിവാദം. തൃശൂർ പൂരം കലക്കിയതിനു പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയെന്ന് പാറമേക്കാവ് ദേവസ്വം. CBI അന്വേഷണം വേണം. തൃശൂർ പൂരം കലക്കിയതു സംബന്ധിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം പോലീസ് അട്ടിമറിച്ചെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ. ദേവസ്വങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം റിപ്പോർട്ട് മറച്ചുവെക്കുകയാണെന്നും ആക്ഷേപം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ സദേൺ റെയിൽവേ പാഴ്സൽ മസ്ദൂർ സഭ HMS അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു. അകാരണമായി പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്ന് പ്രധാന ആവശ്യം. റെയിൽവേ അധികാരികളുടെ തൊഴിലാളി വിരുദ്ധ നിലപാട് തിരുത്തണമെന്ന് യൂണിയൻ നേതാക്കൾ. രാജ്യത്ത് ജനാധിപത്യം ഏറെ അപകടകരമായ അവസ്ഥയിലെന്ന് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു. സെയ്താലി എക്കാലവും സ്മരിക്കപ്പെടുന്ന ധീരനായ രക്തസാക്ഷി. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ SFI നേതൃത്വത്തിൽ 50ാമത് സെയ്താലി അനുസ്മരണ ദിനാചരണം. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ് യോഗ ക്ലബ്ബ് രൂപീകരണ പദ്ധതി ഷൊർണൂരിൽ അട്ടിമറിച്ചെന്ന് BJP. നെടുങ്ങോട്ടൂരിലെ ആയുർവേദ ആശുപത്രിയിലെത്തി പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ യോഗ ട്രെയിനറെ ഉപരോധിച്ചു. കേന്ദ്ര പദ്ധതികളെല്ലാം CPM നേതൃത്വം നൽകുന്ന നഗരസഭാ ഭരണസമിതി അട്ടിമറിക്കുകയാണെന്ന് നേതാക്കൾ. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അജ്ഞാത മൃതദേഹം. മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തിയത് സ്റ്റേഷന്റെ പടിഞ്ഞാറ് വശത്തെ 2ാം കവാടത്തിനടുത്ത്. തലയിലും നെറ്റിയിലും മുറിവുകൾ. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാർബൺ ന്യൂട്രൽ പദ്ധതിയുമായി വാണിയംകുളം ഗ്രാമപഞ്ചായത്ത്. കാർബൺ തുലിത വാണിയംകുളം പദ്ധതിയിലൂടെ ആഗോള താപനത്തിനെതിരായ പ്രതിരോധം മുഖ്യലക്ഷ്യം. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ദ്വിദിന ശില്പശാല തുടങ്ങി. തൃത്താല കണ്ണന്നൂർ തേനാമ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഇന്നും നോക്കുകുത്തി. 4.5 പതിറ്റാണ്ട് മുമ്പ് ആവിഷ്കരിച്ച പദ്ധതി ഇനിയും പ്രാവർത്തികമായില്ല. കാർഷിക ഗ്രാമങ്ങൾക്ക് പ്രത്യാശയുടെ ഹരിതം പകർന്ന പദ്ധതി ഉപയോഗപ്രദമാക്കണമെന്ന ആവശ്യം ശക്തം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.